ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഓണം സ്പെഷ്യൽ കടലപ്പരിപ്പ് പ്രഥമനാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? എനിക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പായസം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നല്ല കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കിലോ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകിയ ശേഷം ഞാൻ അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ കുതിർത്ത് വയ്ക്കും കേട്ടോ. എന്നിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ കഴുകിയ ശേഷം നമുക്കൊന്ന് കുതിരാൻ ഇട്ട് കൊടുക്കാം. നിർബന്ധമില്ല, അല്ലാതെ തന്നെ കുതിരാൻ ഇടാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം കുക്കറിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാകുമ്പം നമ്മൾ കഴുകി വാരി വെച്ചേക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പിട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി 2-3 മിനിറ്റ് ഇളക്കിയ ശേഷം ലോ ഫ്ലെയിമിലാണ് 2-3 മിനിറ്റ് ഇളക്കിയ ശേഷം നമുക്ക് ഇതിനാവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് വേവാൻ വയ്ക്കാം. എൻ്റെ ഈ കുക്കറിൽ ഞാൻ 1 വിസിലാണ് കേൾപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റ് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ നമ്മളിത് മിക്സിയിൽ അരച്ചൊന്നും എടുക്കുന്നില്ല. ഈ വെന്ത് കിട്ടുന്നത് നമ്മൾ തവി കൊണ്ടൊന്ന് ഉടച്ചെടുക്കത്തേ ഉള്ളൂ കേട്ടോ. മിക്സിയിൽ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. ഇതിപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഞാൻ കുക്കർ അടച്ച് ഞാൻ വേവാൻ വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ചവ്വേരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചവ്വേരി വേണമെങ്കിൽ നല്ലതുപോലെ കഴുകിയ ശേഷം കുതിർത്ത് എടുത്ത് നമുക്ക് വേവാൻ വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലാണെങ്കിലും വേവാൻ വയ്ക്കാം. ഇത് നല്ലതുപോലെ വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 3 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. 1-ാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. 2-ാം പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ 800 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പാൽ 1-ാം പാൽ കുറച്ച് മതിയേ. പിന്നെ 2-ാം പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ. 3-ാം പാലിൻ്റെ ആവശ്യമില്ല കേട്ടോ. 2-ാം പാൽ നല്ല കട്ടിക്കെടുത്താൽ അത് മാത്രം മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ കടലപ്പരിപ്പൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഊറ്റിക്കളയണേ. ഇത് കറക്റ്റാണ്, വെള്ളമൊന്നും ഇല്ലായിരുന്നേ. ഇത് നല്ലതുപോലെ ഈ തവി കൊണ്ട് തന്നെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഉടച്ചെടുത്ത ശേഷം ഇങ്ങനെ ഉരുളി അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് ഉരുളിയിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അരിച്ചൊഴിച്ചു കൊടുക്കണേ. അതൊഴിച്ച് നല്ലതുപോലെ തിളയ്ക്കുമ്പം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വേവിച്ച് വെച്ചേക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു വിസിലടിക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ തവി കൊണ്ട് നല്ലതുപോലെ ഉടച്ചു കൊടുത്താൽ മതി. മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് ഇത്തിരി കടിക്കാൻ കിടക്കണേ. ഇപ്പോൾ നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഇത് വരട്ടിയെടുക്കണം. വരട്ടിയെടുത്ത ശേഷം വേണം കേട്ടോ തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് കൊടുക്കാൻ. ഇത് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. അല്പം സമയം പിടിക്കും കടലപ്പരിപ്പ് പായസം ഉണ്ടാക്കുന്നത്. കടലപ്പരിപ്പാണെങ്കിലും പ്രഥമനാണെങ്കിലും പായസം ഉണ്ടാക്കാൻ അല്പം സമയം വേണമല്ലേ. നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നല്ലതുപോലെ പറ്റി തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചവ്വേരി ഉണ്ടല്ലോ, അത് ചേർത്ത് നല്ലതുപോലെ വെന്ത ചവ്വേരിയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ചവ്വേരിയും കൂടി ഇട്ട് ഇളക്കി നല്ലതുപോലെ കൂട്ടിയ ശേഷം നമുക്ക് തേങ്ങയുടെ 2-ാം പാലാണ് ചേർത്ത്. അത്യാവശ്യം കട്ടിക്ക് 2-ാം പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. 3-ാം പാൽ എടുക്കാത്തത് കൊണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ഇതൊന്ന് കുറുകി വരണം. കുറുകി വന്ന ശേഷം വേണം കേട്ടോ നമുക്ക് 1-ാം പാലൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതൊന്നും ഇളക്കണ്ട, ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. കട്ടിയുള്ള ഉരുളിയാണ്ട് പെട്ടെന്ന് അടിയിലൊന്നും പിടിക്കത്തില്ലേ. ഇനി നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ തിളച്ച് പറ്റി ഒന്ന് കുറുകി വരട്ടെ. ഫ്ലെയിം ഒന്നും കൂട്ടി കൊടുക്കരുത്. ഇപ്പോൾ ദേശം നല്ലതുപോലെ പറ്റി കുറുകി വന്നിട്ടുണ്ട്. പിന്നെ കടലപ്പരിപ്പ് ആയതുകൊണ്ട് ഇരിക്കും തോറും നല്ലതുപോലെ കുറുകുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് കുറുകിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാൻ നിൽക്കല്ലേ. ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചാണ്. ഇപ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂടെയാണ് ഞാൻ പൊടിച്ച് ചേർത്തേക്കുന്നത്. അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങയുടെ 1-ാം പാലുണ്ടല്ലോ, നല്ല കട്ടിക്ക് 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാമേ. ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കടലപ്പരിപ്പ് പായസം. എനിക്ക് പായസങ്ങളിൽ ഏറ്റവും ഇഷ്ടവും കടലപ്പരിപ്പാണ്. ഇനി നമുക്ക് ഒരു പാനിലോട്ട് നെയ്യ് ഒഴിച്ചു അത്യാവശ്യം നല്ലതുപോലെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. പിന്നെ അണ്ടിപ്പരിപ്പിന് മുന്തിരിങ്ങയ്ക്കൊന്നും കണക്കില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പൊന്ന് പകുതി വറുത്ത ശേഷം നമുക്ക് അതിലേക്ക് മുന്തിരിങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നിച്ച് തന്നെ വറുത്തെടുക്കാമേ. കരിഞ്ഞു പോകാതെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് ഏകദേശം റെഡി ആയപ്പോൾ ഞാൻ അതിലേക്ക് മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ച് നല്ലതുപോലെ അങ്ങ് വറുത്തെടുക്കാം. ഇനി നല്ലതുപോലെ ഇത് മൂത്ത് വന്ന ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ അടിപൊളി കടലപ്പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. കാരണം കടലപ്പരിപ്പ് പായസം ഒരുവിധപ്പെട്ട എല്ലാവരും മിക്കപ്പോഴും നമ്മൾ ഓണത്തിന് മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ ഒരു സദ്യ ഉള്ളപ്പോൾ മാത്രമല്ലല്ലോ നമ്മളിത് പായസം വെക്കാറ്. ഇടയ്ക്ക് നമുക്ക് കുടിക്കാൻ തോന്നുമ്പോഴൊക്കെ പായസം ഉണ്ടാക്കാറില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലെ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കമൻറ്റ്സ് തരാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.